ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ അർച്ചന ഒരു കേസിന്റെ റെഫറൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് ദീപ്തി വിളിക്കുന്നത്. ദീപ്തി എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അർച്ചനെ, എന്നേക്കാൾ ടെൻഷൻ എനിക്കാണെന്ന് പറയുമ്പോൾ അർച്ചന എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അരിമലക്കൊടിയിൽ ഒരു രാത്രിയിൽ നിനക്ക് അയാളുടെ കൂടെ കഴിയേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ ഇപ്പൊ ഇതിനാണോ എന്നെ ഈ രാത്രിയിൽ വിളിച്ചത്? എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇത് തോന്നിയ ഒരു ആശങ്കയാണ്, ഓർത്തിട്ടാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല അർച്ചനെ. ഞാൻ പറയുന്നത് നീ കേൾക്കണം, പിന്നീട് കേൾക്കാതിരുന്നാൽ അത് പ്രശ്നമാവും. നീ ആ കൂടാരത്തിലെത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? നിന്റെ ജീവൻ രക്ഷിക്കാനായി അയാൾ നിനക്ക് CPR തന്നു എന്നും പറഞ്ഞു. ഇതിനിടയിൽ നിന്ന് അയാളുടെ ഭാഗത്തു നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, തെറ്റായ രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന ആകെ ടെൻഷൻ ആവുകയാണ്. നീ എന്തൊക്കെയാണ് ദീപ്തി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ദീപ്തി വീണ്ടും പറയുന്നുണ്ട്, ബോധാവസ്ഥയിലുള്ള ഒരു സ്ത്രീയെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് നീ കരുതുന്നോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും നീ തന്നെയാണ്. നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. അയാൾ നിന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയണ്ടേ? ഇങ്ങനെയൊന്നും നടന്നു എന്നല്ല ഞാൻ പറയുന്നത്, നിനക്കൊരു സമാധാനം കിട്ടുമല്ലോ. നാളെ നമുക്കൊരു ഡോക്ടറെ കാണാം. ഇതിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, എനിക്ക് അടുത്തറിയുന്ന ഒരു ഡോക്ടറെ ഉണ്ട്, നമുക്ക് നാളെ ആ ഡോക്ടറെ പോയി കാണാം. നാളെ നീ ഹോസ്പിറ്റലിലേക്ക് വായോ, ഞാൻ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് വെക്കാം. ഓക്കെ ശരി എന്നാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ കട്ട് ചെയ്യാണ്. അച്ഛനൊക്കെയാണെങ്കിൽ ദീപ്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ദീപ്തി ഇതെന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നോ, എങ്കിലും എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന് പറഞ്ഞ് അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം നേരത്തെ തന്നെ ദീപ്തി ഹോസ്പിറ്റലിലെത്തി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട് ഡോക്ടറുടെ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന വരുന്നുണ്ട്. ദീപ്തി അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അർച്ചന ലേറ്റ് ആയത്? ഞാൻ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, വായു എന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് പേടിയാവുകയാണ്. ദീപ്തി ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് പിന്നീട് ഒരു ദിവസം പോരെ? ഡോക്ടർ എന്നെ പറ്റി എന്ത് വിചാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഡോക്ടർ എന്ത് വിചാരിക്കാനാണ്, നമ്മളൊരു ഡൗട്ട് തീർക്കാനല്ലേ വന്നത്. എന്നെ പോലെ എത്രയോ പേരെ അവർ ദിവസം കാണുന്നതല്ലേ. നീ ഇപ്പൊ കാലുമാറിയാൽ എന്റെ വില പോവും, അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റണ്ട, ഇന്ന് തന്നെ കാണിക്കാം. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഒരു മെഡിക്കൽ കൺഫർമേഷൻ എടുക്കുന്നത് നല്ലതല്ലേ? കാര്യം ഞാനും നീയും ഡോക്ടറുമല്ലാതെ മറ്റാരും അറിയില്ല. ഈ ഡോക്ടറോട് ഒന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാം. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, നീ വായു എന്ന് പറഞ്ഞ് ദീപ്തി ഡോക്ടറെ കാണിക്കാനായി അർച്ചനയെ കൊണ്ടുപോകുന്നുണ്ട്. ദീപ്തിയെ കാണുന്നതും ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ദീപ്തിയെ കണ്ടിട്ട് കുറെ നാളായല്ലോ, വക്കീലായതിനു ശേഷം കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ദീപ്തിയുടെ വിശേഷങ്ങൾ ചോദിച്ച് അവരങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അർച്ചനയെ കാണുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇതാണോ ദീപ്തി പറഞ്ഞ ആള്? അർച്ചനയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അർച്ചനയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഒന്നും പറയാനാവുന്നില്ല. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, ഡോക്ടർ ഞാൻ പറയാം, 2-3 ദിവസങ്ങളായി ഇവൾക്ക് ചില സംശയങ്ങൾ. കാര്യം ഡോക്ടറോട് സംസാരിക്കാനാണ് വന്നത്, ഒരു സാധാരണ വൈദ്യ പരിശോധനയ്ക്കാണ് ഞങ്ങൾ വന്നതെന്ന് ദീപ്തി പറയുന്നുണ്ട്. ഡോക്ടർ അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അർച്ചനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വിട്ടുമാറാത്ത വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഡോക്ടർ, എനിക്ക് ഇടയ്ക്കൊരു ദൂരയാത്ര ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു സംശയം എന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു ചെക്കപ്പ് നടത്താമെന്ന് പറഞ്ഞ് അർച്ചനയും വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ദീപ്തിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. വസുവാണ് കോടതിയിൽ നിന്നും വിളിക്കുന്നത്. ദീപ്തി ഫോൺ എടുത്ത് പുറത്തുപോയി സംസാരിക്കുന്നുണ്ട്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, വസു ഞാനും അർച്ചനയും ഹോസ്പിറ്റലിലാണ്, ഒന്നുമില്ല, അർച്ചനയ്ക്ക് ഒരു തലവേദന, അത് കാണിക്കാനായി വന്നതാണ്. ചെക്ക് കേസിന്റെ സാക്ഷി വരികയാണെങ്കിൽ അയാൾക്ക് കാര്യങ്ങളെല്ലാം നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഡോക്ടറും അർച്ചനയും പരിശോധന കഴിഞ്ഞ് വരുന്നുണ്ട്. ഡോക്ടറോടൊപ്പോ ദീപ്തി എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പരിശോധനയിൽ അർച്ചനയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദീപ്തിക്കും അർച്ചനയ്ക്കും വളരെ ആശ്വാസമാവുകയാണ്. ദീപ്തി എന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട്, ഇവളേക്കാൾ ടെൻഷൻ എനിക്കായിരുന്നു, അപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായത് എന്നൊക്കെ ദീപ്തി പറയുന്നുണ്ട്. ഡോക്ടർ അപ്പോ അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്തായാലും എല്ലാ സംശയങ്ങളും മാറിയില്ലേ, അർച്ചന ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഞാൻ ഡോക്ടറോട് പറയാനായി വരികയായിരുന്നു, ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് വേണ്ടിയല്ല എന്റെ ബ്രദറിന്റെ ഭാര്യയുടെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നതെന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അപ്പോ ഡോക്ടർ ആരാ എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഡോക്ടർക്ക് ആരാന്ന് മനസ്സിലാവാത്തതുകൊണ്ട് അർച്ചന ഫോൺ എടുത്ത് രുക്കുവിന്റെ ഫോട്ടോ ഡോക്ടറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ അറിയോ ഡോക്ടർക്ക്? ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും അവളെ കുറിച്ച് ഡീറ്റെയിൽ ആയി എനിക്ക് അറിയാൻ പറ്റിയില്ല, അവരുടെ ഡീറ്റെയിൽസ് കൂടി എനിക്ക് വിശദമായി അറിയാൻ താല്പര്യമുണ്ടെന്ന് അർച്ചന പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സോറി അർച്ചന, ആ കുട്ടി എന്റെ
പേഷ്യന്റ് അല്ല. അച്ഛൻ അന്ന് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആ കുട്ടി ഗർഭിണിയായിരുന്നില്ല. കുട്ടി എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് അന്നുണ്ടായ സംഭവങ്ങളെല്ലാം ആ ഡോക്ടർ അർച്ചനയോട് തുറന്നു പറയുകയാണ്. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുട്ടി ഒരു ആത്മഹത്യക്ക് പോയെന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഇത്രയും പെട്ടെന്ന് തന്നെ പ്രഗ്നൻസിക്ക് പോകുമെന്നും അവരെന്നോട് പറഞ്ഞു എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അച്ചുവും രുക്കുവും ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. അവര് രാത്രിയിലാണ് വീട്ടിലേക്ക് വരുന്നത്. കല്യാണത്തിന് പോയതിനു ശേഷം അവര് നേരെ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. സിനിമയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ലേറ്റ് ആയിട്ടാണ് അവര് വരുന്നത്. അർച്ചനയാണെങ്കിൽ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അച്ചുവിനോട് രുക്കു പറയുന്നുണ്ട്, അച്ചു നമ്മൾ കല്യാണത്തിന് പോയി ലേറ്റ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ സിനിമയ്ക്ക് പോയതാണെന്ന് പറയണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ റിമി ചേച്ചിയും മഞ്ജു ചേച്ചിയും ഉണ്ണിമോളും വരുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അവരെ കൂടി വിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവസി കിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സിനിമയ്ക്ക് പോയത് നീ പറയണ്ട എന്നൊക്കെ രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്. അച്ചു അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത് നേരത്തെ പറയാതിരുന്നത്? നമുക്ക് അവരെ കൂടി കൊണ്ടുപോകാമായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ചേച്ചി ചോദിച്ചാൽ ഞാൻ എന്തു പറയുമെന്നൊക്കെ അച്ചു ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ അത് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവര് അകത്തേക്ക് പോവുകയാണ്. അർച്ചന എന്നിട്ട് വളരെ ഗൗരവത്തോടെ അവര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രാവിലെ കല്യാണത്തിന് പോയതല്ലേ, എന്താണ് ഇത്ര ലേറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോ അവര് രണ്ടുപേരും ആകെ നിന്ന് പരുങ്ങുന്നുണ്ട്. ലേറ്റായ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഒരു മറുപടിയും ഇല്ലാത്തതെന്ന് അർച്ചന ചോദിക്കുമ്പോ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, അതേ ചേച്ചി, കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു തലകർക്കുണ്ടായി, ഓക്കാനവും ഛർദിയെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ വേഗം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കയറി കാണിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് രുക്കു പറയുന്നുണ്ട്. അച്ഛനപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ പറയുന്നുണ്ട്, ആ നീ പ്രഗ്നന്റ് ആണല്ലേ, ഞാൻ പെട്ടെന്നത് മറന്നു. പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇനി ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി എപ്പോഴാണ് ഡോക്ടറെ ചെക്കപ്പ് എന്ന് രുക്കുവിനോട് അർച്ചന ചോദിക്കുന്നുണ്ട്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഈ മാസം 15-ാം തീയതിയാണ് ചേച്ചി എന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഇന്നാണ് 15-ാം തീയതി, നിങ്ങൾ അത് മറന്നോ? അച്ചു അത് മറന്നെങ്കിലും രുക്കു നീ അത് ഓർത്തിരിക്കേണ്ടതല്ലേ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. രുക്കു അപ്പൊ വീണ്ടും കള്ളം പറയുന്നുണ്ട്, ഇന്ന് കല്യാണത്തിന് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ അത് മാറ്റിവെച്ചത് ചേച്ചി, ഞങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പോവാം, നാളെ തന്നെ ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ പറയുമ്പോ അർച്ചന ചോദിക്കുന്നുണ്ട്, ആദ്യം കാണിച്ചിരുന്ന ഡോക്ടറെ തന്നെയല്ലേ കാണിക്കുന്നത്, മാറ്റൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ആ ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്, 2 ആഴ്ച മുന്നേ കൂടി ഞങ്ങൾ ചെക്കപ്പിന് പോയി വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ശരി, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി കിടന്നോളൂ എന്ന് പറയാണ്. അപ്പൊ തന്നെ അവര് വേഗം റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ രാത്രി കിടക്കാതെ അച്ചു ചേച്ചിക്ക് എന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞ് ആകെ ടെൻഷനായി അങ്ങനെ നടക്കുകയാണ്. രുക്കു അപ്പൊ ചോദിക്കുന്നുണ്ട് അച്ചുവിനോട്, നീ എന്താ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, നിനക്കെല്ലാം തമാശയാണ്, എനിക്കതുപോലെയല്ല, എനിക്കറിയാവുന്നതുപോലെ ചേച്ചിയെ നിനക്കറിയില്ല, ചേച്ചിക്ക് എന്തോ സംശയങ്ങളുണ്ട്, ഈ ദിവസം എന്തായാലും ചേച്ചി സത്യങ്ങളെല്ലാം അറിയും, അന്ന് നമ്മൾ എന്തു പറയുമെന്നൊക്കെ അച്ചു ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട്, സത്യമെല്ലാം അർച്ചന ചേച്ചി അറിയാതെ നോക്കിയാ പോരെ, അത് ഞാൻ ഏറ്റു, നീ ടെൻഷൻ ആവാതെ നമ്മുടെ പ്രഗ്നൻസി ഡ്രാമയിൽ ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ തീർത്തോളാം, നാളെ രാവിലെ തന്നെ ചേച്ചിയുടെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തേക്കാം എന്ന് പറഞ്ഞ് രുക്കു അച്ചുവിനോട് കിടക്കാൻ പറയുന്നുണ്ട്. രുക്കുവും പോയി കിടക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ അർച്ചന രാവിലെ എഴുന്നേറ്റ് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റുകൊണ്ട് രുക്കു അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചനയെ കണ്ടതും എന്തായാലും ഇവരുടെ സംശയങ്ങളെല്ലാം തീർക്കാമെന്ന് പറഞ്ഞ് പോയി വൊമിറ്റ് ചെയ്യുന്നത് പോലെ അഭിനയിക്കുകയാണ്. അർച്ചനയെയും നോക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൾ ഗർഭിണിയായി അഭിനയിക്കാൻ മിടുക്കിയാണല്ലോ എന്നൊക്കെ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നുണ്ട്. രുക്കു അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും മഞ്ജു പോയിട്ട് എന്തു പറ്റി രുക്കു എന്ന് ചോദിച്ചുകൊണ്ട് രുക്കുവിനെ തടവി കൊടുക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചുവും വരുന്നുണ്ട്. അച്ചു എന്നിട്ട് രുക്കുവിനെ തടവി കൊടുക്കുകയാണ്. അച്ഛൻ എപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്നലെ എന്താ പറ്റാത്ത എന്തെങ്കിലും ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ ഗർഭിണികൾക്ക് ഉണ്ടാവുന്നതല്ലേ, അതിന്റെ ലക്ഷണങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അർച്ചന എപ്പോൾ അച്ചുവിനോട് പറയാണ്, എടാ അച്ചു, മെല്ലെ തടവി കൊടുക്ക്, നീ ഇങ്ങനെയൊക്കെ തടവിയാൽ അവൾക്ക് ശ്വാസം മുട്ടും, പിന്നെ രുക്കു ഇങ്ങനെയൊന്നും ഓക്കാനും പാടില്ലാട്ടോ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അത് കുഴപ്പമാവുമെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, എന്റെ മനംപുരട്ടൽ മാറുന്നില്ല ചേച്ചി, ഈ പ്രഗ്നൻസി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് രുക്കു പറയുമ്പോ അർച്ചന രുക്കുവിന്റെ അഭിനയവും കണ്ട് അവളെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.